ഹായ് ഗായ്സ്, നമ്മുടെ ഗിയർ വണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഫീച്ചർ ചെയ്യാൻ പോകുന്നത് കുറച്ച് യുണീക്ക് ആയിട്ടുള്ള വെഹിക്കിളാണ്. നമ്മുടെ എല്ലാ എപ്പിസോഡ്സും നമ്മൾ യുണീക്ക് ആയിട്ടുള്ള വെഹിക്കിൾസിനെയും യുണീക്ക് ആയിട്ടുള്ള ആൾക്കാരാണ് കാണിക്കാറ്. പക്ഷേ ഈ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരൊറ്റ വെഹിക്കിളേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ദാറ്റ് ടു കെയിം ടു ഇന്ത്യ ഓൺ എ വെരി സ്പെഷ്യൽ പേർപ്പസ്. സോ നമുക്ക് ഈ വെഹിക്കിളിൻ്റെ ഓണോട് സംസാരിച്ചിട്ട് വി ക്യാൻ കം ടു നോ ഫ്രം ഹിം വാട്ട് ദ ഹിസ്റ്ററി ഓഫ് ദ വെഹിക്കിൾ ഇസ്, അല്ലെങ്കിൽ പുള്ളി എങ്ങനെയാണ് ഈ വെഹിക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അഖിൽ, ഹൗ ആർ യു? Yes, all well. അഖിൽ എൻ്റെ പഴയ ഒരു സുഹൃത്താണ്, വളരെ പണ്ട് എനിക്ക് അറിയാവുന്ന ഫ്രണ്ടാണ്. എനിക്ക് ഒബ്രോഡിൽ സ്റ്റോർ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ പുള്ളി സ്ഥിരം നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് കാണാറുള്ളതാണ്. അതെ. പുള്ളി അന്നേ ഫ്രീക്കാണ്. അന്ന് പറഞ്ഞ ഒരു ഐഡന്റിറ്റി ഒരു ഡിയോ ആയിരുന്നു, ജോണി ബ്രൗണിന്റെ ഗ്രാഫിക്സ് ഉള്ള ഒരു ഡിയോ ഉണ്ടായി പുള്ളിക്ക്. സോ അന്നേ പുള്ളി ഹി ഹാഡ് ടേസ്റ്റ്. അതുകൊണ്ടാണ് നമുക്ക് ഈ വെഹിക്കിൾ ഈ കോലത്തിൽ നിന്ന് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും കിടന്ന് നശിച്ചു പോകേണ്ട വണ്ടിയാണ്. വിച്ച് യു ഹാവ് ഡൺ എ ഗുഡ് ജോബ്. കൺഗ്രാറ്റ്സ് ഫോർ ദാറ്റ്. അപ്പോൾ ഈ വെഹിക്കിളിനെ പറ്റിയിട്ട് നമുക്കൊന്നൊരു ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ലെറ്റ്സ് ഗോ ഫോർ ഡ്രൈവ്. അപ്പോൾ അഖിലേ, നമ്മളിപ്പോൾ ജസ്റ്റ് ഗരാജിൽ നിന്ന് ഇറങ്ങി. ഗരാജിനകത്ത് വന്നപ്പോൾ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വെഹിക്കിൾസ് കണ്ടു. ഈവൻ ഒരു ബോട്ട് പോലും ഉണ്ട് നമ്മുടെ സൈഡില്. അപ്പോൾ ഹൗ അബൌട്ട് ഗെറ്റിംഗ് ഇൻ ടു ദിസ് വെഹിക്കിൾ, ബാക്ക് ടു ദിസ് വെഹിക്കിൾ, എങ്ങനെയാണ് ഈ പെർട്ടിക്കുലർ വെഹിക്കിൾ സോഴ്സ് ചെയ്ത്, ഹൗ ഡിഡ് യു ഗിവ് ലൈഫ് ടു ഇറ്റ് ബേസിക്കലി? ഓക്കെ, സോ ഇത് ഒരു ഏർലി 2019 ഒക്കെ ആയപ്പോഴത്തേക്കും ഈ വണ്ടിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഞാൻ അറിയാം ഈ വണ്ടിനെ കുറിച്ച്. ഇത് നമ്മുടെ എറണാകുളത്ത് തന്നെ ഒരാൾ ഓപ്ഷൻ ചെയ്തിട്ട് വെച്ചേക്കാണ് എന്ന രീതിയിൽ. പക്ഷെ നമ്മളാണെങ്കിൽ കുറെ പേര് ചോദിച്ചു, പുള്ളി കൊടുക്കാൻ ബില്ലിങ് എറണാകുളത്ത് തന്നെ ഉണ്ടായിരുന്നു. നമ്മളെടുത്തല്ല, നമുക്ക് എറണാകുളത്ത് തന്നെ ഉണ്ടായിരുന്നതാണ്. പുള്ളിയെടുത്ത് ഞാനും ഒന്ന് അപ്രോച്ച് ചെയ്തു. പുള്ളി കൊടുക്കില്ല എന്ന് പറഞ്ഞു. പുള്ളിയുടെ വേറെ വണ്ടികളെ കൊടുക്കെങ്കിൽ ഇത് കൊടുക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു എനിക്ക് ഓർമ്മയുണ്ട്, കോവിഡ് സമയത്ത് എന്നെ പുള്ളി റാൻഡമായിട്ട് ഇങ്ങനെ വിളിച്ചു. അപ്പൊ പുള്ളി പ്രത്യേകിച്ച് പറയുകയും ചെയ്തു, ഇത് കുറെ പേര് എന്നെ വിളിച്ചിട്ടുണ്ട്, എനിക്കിത് നമ്പർ അഖിൽ എന്നുള്ള പേരിലുണ്ട്, കണ്ടുകൊണ്ടാണ് ആദ്യം കിടന്നത് നിങ്ങളുടെ നമ്പറാണ്, നിങ്ങളെ ഞാൻ വിളിച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് ആദ്യം കത്തിയില്ല, കാര്യം എന്താ ആരാ ഒന്നും മനസ്സിലായില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്താ മനസ്സിലായില്ല. അപ്പൊ പുള്ളി ഇങ്ങനെ ഒരു ബെൻസിന്റെ ഒരു വാഗൺ എന്നെ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറയാം, ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്താളെ വിളിക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞങ്ങൾ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ ഓക്കെ, ഞാൻ എന്തായാലും വരാന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി അങ്ങോട്ട് പോയി. വണ്ടി കണ്ടപ്പോൾ വണ്ടി പകുതി മണ്ണിനടിയിലാണ്. പുള്ളി ഒരു സിമെന്റ് ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പുള്ളിയാണ്. പുള്ളി വലിയൊരു പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട്. അപ്പൊ അതിനകത്താണ് ഈ വണ്ടികളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്, എല്ലാ വണ്ടികളും. അപ്പൊ അവിടെ ഈ വണ്ടിയും പല വണ്ടികൾ ഇറക്കിയിട്ട് ഈ വണ്ടി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ പുള്ളി ബേസിക്കലി ഒരു 5-6 കൊല്ലം മുമ്പ് മേടിച്ച് റീസ്റ്റോർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ പുള്ളിക്ക് ഈ കോവിഡും കൂടി വന്നപ്പോഴത്തേക്കും പുള്ളി ആകെപ്പാടൊരു മൂഡ് മാറി. പുള്ളി കൊടുക്കാന്ന് വെച്ചാണ്. ഞാൻ അപ്പൊ തന്നെ എന്റെ ഫ്ലാറ്റ് ബെഡ് വിളിച്ച് നേരെ വന്ന് വണ്ടി എടുത്ത് വീട്ടിൽ കൊണ്ടിട്ടു. അതാണ് ഇല്ല അത് കാര്യം. അത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ അടുത്ത ആള് ഞാൻ ഈ വെഹിക്കിൾ ഇന്റർവ്യൂ പറയുമ്പോൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യമില്ല. പക്ഷെ ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. നമ്മുടെ നാട്ടില് ഹോണറബിൾ പ്രസിഡന്റ് യാത്ര ചെയ്തിട്ടുള്ള വെഹിക്കിളാണ് ദിസ് പെർട്ടിക്കുലർ വെഹിക്കിൾ. സോ ദിസ് വെഹിക്കിൾ ഹാസ് ഹിസ്റ്ററി. പിന്നെ വ്യൂവേഴ്സ് പലരും ചിലപ്പോൾ പല പ്രോഗ്രാമുകളിലും പല എപ്പിസോഡ്സിനകത്തും ഈ ഒരു വെഹിക്കിൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പൊ ദേ നോ, മോസ്റ്റ് പീപ്പിൾ നോ ഇങ്ങനത്തെ ഹിസ്റ്ററി ഉള്ള കാര്യം. പക്ഷെ അത് അറിയാത്തവർക്കായിട്ട് ഫോർ ദെയർ ഇൻഫർമേഷൻ ഐ ഗിവിംഗ് ദിസ്. ഈ പെർട്ടിക്കുലർ വെഹിക്കിൾ ശങ്കർ ദയാൽ ശർമ്മ എന്ന വ്യക്തി യാത്ര ചെയ്തിട്ടുള്ള വെഹിക്കിളാണ്. ഇറ്റ് വാസ് എ പാർട്ട് ഓഫ് ദ കോൺവോയ്. അന്നത്തെ വീഡിയോ ആർക്കൈവ്സ് നോക്കുകയാണെങ്കിൽ കാണാം, പല റിപ്പബ്ലിക് ഡേ പരേഡ്സിനൊക്കെ ഈ വെഹിക്കിൾ ഇറ്റ് വാസ് എ സ്റ്റാർ അറ്റ് ദാറ്റ് ടൈം. എന്നുവെച്ചാൽ ഈ വെഹിക്കിള് മെഴ്സിഡീസിനകത്ത് നിന്ന് ഓർഡർ ചെയ്തിട്ട്, ഇന്ത്യൻ ഗവൺമെന്റ് ഓർഡർ ചെയ്തിട്ടാണ് വെഹിക്കിള് ഇവർക്ക് കിട്ടുന്നത്. സോ അതെല്ലാം ഒരു ചെറിയ കാര്യമില്ല അന്നത്തെ കാലഘട്ടത്തിൽ. അങ്ങനത്തെ ഒരു വെഹിക്കിള് ഓൾമോസ്റ്റ് ഡെഡ് അല്ലെങ്കിൽ മോർ ദൻ ദാറ്റ് റോട്ടിൽ നിന്നുള്ള കണ്ടീഷനുള്ള വെഹിക്കിള് എടുത്തിട്ട് ഒരു ലൈഫ് കൊടുത്തിരിക്കുകയാണ് അഖിൽ. ആ ഒരു വെഹിക്കിൾ എടുത്ത് ഇത് ലൈഫ് കൊടുക്കുമ്പോൾ ഇറ്റ് റിക്വയർസ് ലോട്ട് ഓഫ് സ്കിൽ, പേഷ്യൻസ്, ടേസ്റ്റ്, എവറിത്തിങ്. ഞാൻ ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ അഖിലിനെ പരിചയപ്പെടുമ്പോൾ ഐ തിങ്ക് ഇറ്റ് അറ്റ്ലീസ്റ്റ് ഒരു 20 years അല്ലേ. അന്ന് മുതലേ ഇന്ന് വരെ ഞാൻ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞ കാര്യം ഡിയോ, ജോണി ബ്രൗൺ. അപ്പൊ ദാറ്റ് ഈസ് ഓൾസോ ഐഡന്റിറ്റി ഫോർ മീ. ഇപ്പോഴുണ്ടോ? അപ്പൊ അങ്ങനത്തെ ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ടേസ്റ്റ് ദിസ് ഗൈ ഹാസ്. എന്നെ വെച്ച് നോക്കുമ്പോൾ ഹീസ് ക്വൈറ്റ് യങ് കിഡാണ്. അപ്പോ അവന് ഈ വെഹിക്കിൾ എടുത്ത് ഇത്രയും പേഷ്യൻസിൽ ഇത് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് ഒരുപാട് കസ്റ്റമൈസേഷൻ വരുത്തിയിട്ടുണ്ട്, വിച്ച് വി വിൽ കവർ ഇൻ ദ റെസ്റ്റ് പാർട്ട് ഓഫ് ദി എപ്പിസോഡ്. സോ ബാക്ക് ടു വാട്ട് അഖിൽ വാസ് സെയിങ്. അഖിൽ ഈ വെഹിക്കിൾ എടുത്തപ്പോ പറഞ്ഞു കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡെഡ് കണ്ടീഷൻ, വേഴ്സ് ദാൻ ദാറ്റ്. ഓക്കെ, ആൻഡ് യു മേഡ് ഇറ്റ് ലൈക്ക് ദിസ്. അപ്പോ ആ ഒരു എത്ര നാളെടുത്തു കംപ്ലീറ്റ് പ്രൊസീജിയർ? ഓൺ ആൻഡ് ഓഫ് ആയിരുന്നു കാര്യം. ചില സാധനങ്ങളൊക്കെ
ഇപ്പൊ നമുക്ക് ഓർഡർ ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് അത് ഫിറ്റ് ചെയ്താലും അടുത്ത പ്രോസസ്സ് എന്താണെന്ന് അറിയില്ല. ഇതിന്റെ ഒരു ഡിലേ ഉണ്ടായിരുന്നു. അല്ലാണ്ട് വെച്ച് ഇപ്പൊ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു 3 years എടുക്കുമ്പോ തന്നെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു അല്ലെ, ഇത്രയൊക്കെ പണി ഉണ്ടാവും, ഇത്രയൊക്കെ സമയം എടുക്കുന്നു. ഉണ്ടായിരുന്നു. അതിനും കൂടുതലായിരുന്നു. നമ്മൾ 2 കൊല്ലത്തിൽ തീർക്കാന്നുള്ളൊരു പ്ലാനിലായിരുന്നു. ഓക്കെ. അത് 2 കൊല്ലത്തിൽ ഇപ്പൊ വേണമെങ്കിൽ ടൈം ഫ്രെയിം വെച്ച് നോക്കുമ്പോഴത്തേക്ക് 2 കൊല്ലം എടുത്തിട്ടുള്ളൂ. പക്ഷെ നമുക്ക് കുറെ 2-3 മാസങ്ങൾ സാധനങ്ങൾ വരാനായിട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് എനിക്ക് റെഫറൻസ് വേറെ വണ്ടിയില്ല. സോ ഐ റീസ്റ്റോർ കാർസ്. അപ്പൊ എനിക്കിപ്പോ ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന വണ്ടികളെല്ലാം എന്തെങ്കിലും ഇന്ത്യയിലെ നമ്മുടെ ക്ലാസിക് കാർ സീനിൽ ആരുടെയും കയ്യിലേക്ക് ഉണ്ടാവും. അപ്പൊ ഐ ക്യാൻ ഗെറ്റ് റെഫറൻസ്. ഐ ക്യാൻ എന്തെങ്കിലും ഐഡിയ കിട്ടും. എന്താണ് ഇപ്പൊ ഇവിടെ ഈ ഒരു പോർഷനിൽ എന്താ സാധനം ഇരിക്കണേന്നൊക്കെ വേറെ വണ്ടി നോക്കിക്കഴിഞ്ഞാൽ അറിയുന്നില്ല. ഇത് നോക്കിക്കാണാൻ വേറെ വണ്ടി ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഈ വണ്ടി എന്താന്ന് വെച്ചാൽ ഇത് VF124 എന്നാണ് പറയുന്നത്. സോ ദ ബേസ് ലൈൻ ഇസ് W124. അതിന്റെ ഓരോ ബോഡി ഷേപ്സ് ആണ്. സോ VF124. സോ ഇത് മെർസിഡസിൽ കൊടുത്തു കഴിഞ്ഞാൽ മെർസിഡസിൽ നിന്ന് ഒരു W124 മേടിച്ചിട്ട് ഇവരുടെ ഒരു ബിൻസ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, വേർ ദേ ബിൽഡ് കോച്ച് ബിൽഡേഴ്സ്. അപ്പൊ ഇവർ ഓതറൈസ്ഡ്, ഇവരുടെ അപ്രൂവൽ ഉള്ള ഇപ്പൊ AMG എന്ന് പറയുമ്പോൾ പെർഫോമൻസ് അങ്ങനെ പറഞ്ഞ പോലെ അവരുടെ ഒരു കോച്ച് ബിൽഡേഴ്സ് കുറച്ച് പേരുണ്ട്. അതിനകത്ത് ഒരാളാണ് ബിൻസ്. അപ്പൊ നമ്മൾ ബേസിക്കലി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു ഓർഡർ കൊടുക്കും, W124 മേടിക്കും, എന്നിട്ട് അത് ബിൻസിനെ കൊണ്ട് കസ്റ്റമൈസ് ചെയ്യും. യെസ്, കറക്റ്റ്. അപ്പൊ അങ്ങനെ കുറെ വണ്ടികളുണ്ട്. കുറെ പേര് നമ്മുടെ ക്യാമ്പിംഗ് പേർപ്പസിന് കുറെ പേര് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരായിട്ട് ഇപ്പോഴും നമ്മൾ കണക്റ്റഡ് ആട്ടോ. നമ്മുടെ ആ ഒരു ഗ്രൂപ്പിലായിട്ട് ഇപ്പൊ എനിക്കൊരു ഗ്ലോബലി നോക്കുമ്പോ ഒരു 5-6 പേര് അറിയാം ഈ വെഹിക്കിൾ. അതുകൊണ്ട് എനിക്ക് കുറെ ഇൻഫർമേഷൻ കിട്ടിയ. വെരി വെൽ റണ്ണിങ് ആൻഡ് ദേ ഡു ക്യാമ്പ്സ്, ദേ ഡു ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത്രയും വലിയ വണ്ടി അവിടെ കോമൺ ആണ് പുറത്തൊക്കെ. നമ്മുടെ ഇവിടെ അത് ഓടിച്ചടക്കാൻ ആൾക്കാരും പ്രതീക്ഷയിൽ ഇങ്ങനത്തെ വണ്ടി വരുന്നത് സപ്പോർട്ടിങ്. അതെ, കറക്റ്റ്. ദാറ്റ്സ് ദ മെയിൻ പാർട്ട്. കാര്യം ഇപ്പൊ ഹംബ ഇതിന്റെ ഈ കാർ ഫ്രണ്ടിലായിരിക്കില്ല, പോണ സ്ഥലങ്ങൾ കാർ ഫ്രണ്ടിലായിരിക്കില്ല. അവിടെ ഇപ്പോ സ്കോട്ട്ലൻഡ് എന്നുള്ള സ്ഥലത്തായാലും അവിടെ റോഡുകളൊക്കെ ഉണ്ട്, യു ക്യാൻ ഗെറ്റ് ടു പ്ലേസസ്. അപ്പൊ അത് ഭയങ്കര അതാണ് ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങിയപ്പോ റെഫറൻസ് അതാണ് ടേസ്റ്റ് എന്ന് പറയാം. നിനക്ക് ഈ എഫേർട്ട് എടുത്ത നേരം ഈ കാശ് കൊടുത്ത് വേറെ ക്യാമ്പിംഗ് വെഹിക്കിൾ മേടിക്കാൻ പറ്റും. പക്ഷെ യു ലൈക്ക് ദ ഹിസ്റ്ററി വെഹിക്കിൾ, ആ ഒരു ക്ലാസ് വെഹിക്കിളിന്റെ ക്ലാസ് ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ഒരാൾ പ്രാക്ടിക്കാലിറ്റി നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ വെഹിക്കിൾ മേടിക്കും. നമ്മൾ കുറെ സാക്രിഫൈസ് എടുക്കണം. വെഹിക്കിൾ മേടിക്കുന്നതിന് മുമ്പ് ഉണ്ടായിട്ട് ഓടിക്കുമ്പോൾ ഉണ്ടായിരിക്കും. ഐ ലൈക്ക് കാർസ് വിത്ത് ഹിസ്റ്ററി. എനിക്ക് മറ്റേ എന്തെങ്കിലും ഒരു സംഭവം കണ്ടന്റ് വേണം വണ്ടിക്ക്, മനസ്സിലായി? എന്തെങ്കിലും ഒരു USP ഉണ്ടാവണം, ഒരു കഥ വേണം. പിന്നെ എന്തായാലും വേണം. അത് ഭയങ്കര അടിപൊളിയല്ലേ നമുക്ക്. അതിപ്പോ നോട്ട് ജസ്റ്റ് ദിസ് കാർ, ഇപ്പൊ എന്റെ വേറെ ഏതെങ്കിലും വണ്ടി ഞാൻ നോക്കുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ എന്ന് നോക്കും. സ്പെഷ്യൽ സംതിങ് ലൈക്ക് യു ഹാഡ് എ പാലിയോ സച്ചിൻ. I still have it, yeah. സച്ചിൻ എഡിഷൻ അല്ലേ? So that's all. ഒരു എക്സ്ക്ലൂസീവ്നെസ് അല്ലെങ്കിൽ സംതിങ് ഡിഫറെന്റ്. That is what almost all the car enthusiasts have. അല്ലെങ്കിൽ wish for. അപ്പോൾ you tastefully have this thing. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു വെഹിക്കിൾ സോഴ്സ് ചെയ്തതിന് പിന്നെ 2 കൊല്ലം ചെലവഴിച്ച് അതും ഒരു റെഫറൻസ് കിട്ടാതെ എടുക്കാവുന്ന ഹാറ്റ്സ് ഓഫ്. ഇറ്റ് റിക്വയർസ് ലോട്ട് ഓഫ് പേഷ്യൻസ് ആസ് വെൽ. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ഈ വെഹിക്കിളത്ത് ആദ്യം കയറിപ്പോൾ നോക്കിയത് ഇത്രയും പഴക്കമുള്ള വെഹിക്കിൾ ഞാൻ ചോദിച്ചൊരു 10,000 കോടി ഉണ്ടാവുന്ന അറ്റ്ലീസ്റ്റ്. ബട്ട് ദിസ് ഇസ് ഹാർഡ്ലി സം 5,000 അല്ലേ? 4,000 ചേഞ്ച്. ദാറ്റ്സ് ഇറ്റ്. കാര്യം ഇത് ആ സ്ഥലത്ത് മാത്രം ഈ കോൺവോയിട്ട് ഓടണമുണ്ട്. ഈ പ്രസിഡന്റ് എവിടെ പോണോ അതിന്റെ കൂടെ ഉണ്ടാവും. അങ്ങനെ അധികം വണ്ടിയിൽ ട്രാവൽ ചെയ്യാത്തോണ്ടായിരിക്കണം അധികം ഓടാത്തത്. പക്ഷെ ഓടാത്തതിന്റെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ബേസിക്കലി കാറുകൾ ഇപ്പൊ നമ്മൾ ആൾക്കാരൊക്കെ പറയാം കുറച്ച് ഓടിയ വണ്ടിയ എന്നൊക്കെ പറഞ്ഞാലും ഭേദം ആവറേജ് റൺ കാർസ് ആണ് ബെറ്റർ. കാര്യം ഈ ബുഷസും കാര്യങ്ങളും. ഇപ്പൊ ഞാൻ ഈ വണ്ടി റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് കുറെ സാധനങ്ങളൊക്കെ എപ്പോഴും പുത്തം പോലെ ഇരിക്കുന്നു, പക്ഷെ അത് ബേൺ ഔട്ട് ആണ്. അത് ഇരുന്നും വിറ്റാ പോയില്ല. റണ്ണിങ് ആയിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ യൂസ് ചെയ്യാൻ നശിച്ചു പോയ കുറെ പാർട്സ്. അതാ. പിന്നെ ഈ W124 എഞ്ചിൻ ഒക്കെ ഓടാനുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോഴും വണ്ടികള് ഇപ്പോഴും നമ്മുടെ എന്റെ വ്യൂവേഴ്സായിട്ടുള്ള മറ്റു ഇൻഫർമേഷൻ ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ ചിലപ്പോ ചില ആൾക്കാർക്ക് W124 എന്നുള്ള കോഡ് നെയിം ഫെമിലിയർ ആയിരിക്കില്ല. നത്തിങ്, ബേസിക്കലി ഈ ക്ലാസ്. ഓക്കെ, അതവര് ആ ഒരു മോഡൽ നമ്പർ വെച്ച് നമ്മൾ 124 എന്നതിന്റെ ഒരു ഫാൻസ്. ബേസിക്കലി ഐ എം എ ബിഗ് ഫാൻ ഓഫ് മെർസിഡീസ് എനി ഡേ. 124 എന്ന് പറഞ്ഞാൽ അതൊരു ലീഗാണ്, ഡിഫറെന്റ് ലീഗ് ഓഫ് വെഹിക്കിളാണ് മെർസിഡീസ് ബെൻസിന്റെ 124. അന്നത്തെ കാലത്ത് ഈ ക്ലാസ്സിന് ഒരു 124 എന്ന് പറഞ്ഞാൽ ജനറേഷൻസ് മാറുമ്പോൾ ദേ അപ്ഗ്രേഡ് വിത്ത് ദ നെയിംസ് ആസ് വെൽ. സോ അഖിലിന് ഈ വെഹിക്കിളായിട്ടുള്ള ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? എന്തെങ്കിലും പദ്ധതി കിട്ടുന്നുണ്ടോ ഇങ്ങനത്തെ വെഹിക്കിളുണ്ട്? ഞാൻ ഇപ്പം കഴിഞ്ഞ നവംബറിൽ ഇറക്കിയുള്ളൂ. അത് ഇറക്കിയത് ഇറക്കിയ കാര്യം പറയുമ്പോൾ ബാക്ക് ടു ദാറ്റ് ഒരു ഗ്രാൻഡ് ഇവന്റ് ആയിരുന്നു. പ്ലീസ് ടെൽ മീ അബൌട്ട് ദാറ്റ് ഇവന്റ്. ഐ ആം ഷുവർ മൈ വ്യൂവേഴ്സ് വാണ്ട് ടു നോ അബൌട്ട് ദാറ്റ്. സോ അത് ഒരു ഇറ്റ്സ് കോൾഡ് Mercedes-Benz Classic Car Rally. ഓക്കെ. അതൊരു
വർഷത്തിൽ പ്രാവശ്യം മെർസിഡീസ് ബെൻസ് ഇന്ത്യ ഓട്ടോ കാർ ഇന്ത്യ ആയിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് വിത്ത് സപ്പോർട്ട് ഓഫ് മെർസിഡീസ് ജർമ്മനി. അവർ മെയിൻ ആയിട്ട് ആൾക്കാരെ കേട്ടുള്ള ഇവന്റ് ആണ്. സോ ദേ സെലക്ട് കാർസ്, സോ വി കാൻറ്റ് റിയലി go and participate. We can't take an entry. They have to give you an entry. Yes, we need to have an invite for it for the event. Okay. അതും ആൾക്കാർക്ക് കാണാനൊക്കെ ഭയങ്കര റെസ്ട്രിക്ഷൻ ഒക്കെ ഒരു പരിപാടി. ബേസിക്കലി ഷോക്കേസിംഗ് ദി കാർ കൾച്ചർ ഇൻ ഇന്ത്യ. മെർസിഡീസിന്റെ വണ്ടികൾ കുറെ എണ്ണം അവിടെ ഇവിടെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഷോക്കേസ് ചെയ്യാനുള്ളൊരു ഇവന്റ് ആണ്. കുറച്ച് യൂണീക്ക് ആയിട്ടുള്ള ഒരു ഗംഭീര ഇവന്റ് ആയിരുന്നു അല്ലേ? ഞാൻ കണ്ടു, ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ചാനൽസിന്റെ പല ഇതും കണ്ടിട്ടുണ്ട്. അതെ അതെ. സോ അവിടെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ വിവേക് ഗോയിങ് എന്ന് പറഞ്ഞ പുള്ളിയുടെ വണ്ടികൾ ഉണ്ടായിരുന്നു. പിന്നെ കുറെ മഹാരാജാസിന്റെ വണ്ടികൾ ഉണ്ടായിരുന്നു. രോഹൻ പുനാവല്ല, അങ്ങനെ കുറെ ആൾക്കാരുടെ വണ്ടികൾ ഉണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ കൊച്ചിയിൽ നിന്നുള്ള രണ്ട് കുട്ടികൾ ചേർന്നു. So how did you manage to get in there? I mean, how did they find you? So I got a call from ഓട്ടോക്കാരിലൊരു പേഴ്സസ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്. സോ we all are well connected. ഈ ക്ലാസിക് കാർസ് എല്ലാം ഉണ്ട്, അവിടെ കണക്റ്റഡ് ആണ്. അപ്പൊ കഴിഞ്ഞ കൊല്ലം പോകാൻ ഇരുന്നാണ്, ഇൻവൈറ്റ് കിട്ടിയതാ, പക്ഷെ വണ്ടി തീർന്നില്ല. ഈ കൊല്ലവും തീർന്നത് ഭയങ്കര പുഷ് ചെയ്തിട്ടാണ്. ലാസ്റ്റ് ഫ്യൂ വീക്സ് ഒക്കെ നമ്മള് ഓൾ നൈറ്റർ ആയിരുന്നു. പണിത് എങ്ങനെയെങ്കിലും ഇവന്റിന് കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ ഗരാജ് നമ്മളെല്ലാരും കൂടിയൊക്കെ. സോ ഇത് നമ്മളെ ഇവന്റിന് വേണ്ടി നമ്മൾ മേജർ ആയിട്ട് എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ഒന്നും മിഥുൻ മിഥുനാണ് ഈ വണ്ടി ലാസ്റ്റ് റണ്ണിങ് ആക്കി തന്നെ. Mithun did the whole engine work and he helped us in the whole electricals. ഈ വണ്ടിയുടെ ഒരു കുഴപ്പമുണ്ട്, പെട്ടെന്ന് ബയോഡിഗ്രേഡബിൾ വയർസ് ആണ് ഇതിന്റെ. പെട്ടെന്ന് ഇതാവും പൊടി. അപ്പൊ അതൊക്കെ കറക്റ്റ് ചെയ്ത് വയറിംഗ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു കല വേണം. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ നിന്റെ പോലെ തന്നെ മറ്റൊരു അറ്റാച്ച്മെന്റ് ഉള്ള പയ്യനാണെങ്കിൽ he was having R1 in the late 90s അല്ലെങ്കിൽ early 2000s. അന്ന് പറഞ്ഞാൽ R1 എനിക്ക് തോന്നുന്നു കേരളത്തിൽ മേ ബി വൺ ഓഫ് ദ ഫസ്റ്റ് R1 മിഥുന്റെ ആയിരുന്നു. പക്ഷേ ഇറ്റ് വാസ് എ ക്വൈറ്റ് യൂണിക് ബൈക്ക്. അന്നത്തെ കാലത്ത് R1 ഞാൻ ഒരിക്കലും യമഹ ഓൺ ചെയ്തിട്ടില്ല. സോ ഐ യൂസ് ടു റിമെമ്പർ മിഥുൻ യൂസ് ടു ഹാവ് എ വെരി ഗുഡ് R1, ഒരു വൈറ്റ് ആൻഡ് റെഡ് തീം ഇഫ് ഐ ആം നോട്ട് മിസ്റ്റേക്കൻ. അപ്പൊ ഒരുപാട് പേര് എഫേർട്ടിന്റെ ഒരു ഭാഗമായിട്ട് യു കുഡ് ഡു ദിസ് വണ്ടർഫുൾ ജോബ്. അപ്പൊ എങ്ങനെയാണ് ഈ ക്യാമ്പിംഗ് വെഹിക്കിൾ പർപ്പസ് ആയ കാരണം have you gone അല്ലെങ്കിൽ do you have plans for camping? സ്മോൾ ട്രിപ്സ് നമ്മളെ ഇവന്റിന് ഞങ്ങൾ ഓടിച്ചുകൊണ്ടാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ റിസ്ക് എടുത്തില്ല. കാര്യം ഇത്രയും പണിതൊരു 10-12 കൊല്ലമായിട്ട് പണിതിട്ട് തീർന്നിട്ടേ ഉള്ളൂ. സൈഡ് മോട്ട് റിസ്ക് ഇല്ല, കാരണം നമുക്ക് ഇവന്റ് എത്താനാണ് പ്രാധാന്യം. അതുകൊണ്ട് ഞങ്ങൾ ഫ്ലാറ്റ് ബെഡ് ചെയ്തു വണ്ടി. മുംബൈ ആൻഡ് ബാക്ക്. We could drive, പക്ഷേ we just didn't take a risk. കുറേ ട്രയൽ റൺസ് വേണ്ടി വരും അല്ലേ? നമുക്ക് കാര്യം ബാക്കിലേക്ക് നോക്കറിയാം, ഒന്നും കാണാൻ പറ്റില്ല. ബാക്കിലേക്ക് നോക്കുമ്പോൾ പേടിയോ? പക്ഷെ ബാക്കിലെ പ്രോ ക്യാമറ ഒളിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ നിന്നെ പറ്റി പറഞ്ഞതാ, ആള് പതുക്കെ മാക്സിമം ഒതുങ്ങിയിരിക്കുന്നുണ്ട്. ബിക്കോസ് മൈ ആക്ഷൻ ക്യാമറ ഇസ് ഡൂയിങ് ദ ജോബ്. പക്ഷെ ഒരുപാട് സ്പേഷ്യസ് ആണ്. ഒളിച്ചിരിക്കാനും സ്ഥലമുണ്ട്, ഒളിച്ചിരിക്കാനും ഓടിക്കളിക്കാനും ഒക്കെ സ്ഥലമുണ്ട്. ഇറ്റ്സ് എ പ്രോപ്പർ പാർട്ടി വെഹിക്കിൾ എന്ന് പറയാൻ വേണ്ടി. സോ അങ്ങനെ ഞങ്ങൾ ബോംബെയിലേക്ക് തിരിച്ച് കൊണ്ടുവന്നിട്ട് വി ഹാഡ് കപ്പിൾ ഓഫ് വർക്ക് ടു ബി ഫിനിഷ്ഡ് ഇവിടെ ഗരാജിൽ തന്നെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 1-2 സ്മോൾ അവിടെ ഇവിടെ പോയിട്ടുള്ളൂ, സ്മോൾ ട്രിപ്സ് അടിച്ചിട്ടുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ കേരളത്തിൽ റോഡ് ആയാലും മറ്റു വെഹിക്കിൾസ് ആയാലും ഇങ്ങനത്തെ ഒരു വെഹിക്കിൾ ഇത്രയും ലോങ് ആയിട്ടുള്ള വെഹിക്കിൾ വരുന്നത് പ്രതീക്ഷിക്കുന്നില്ല. ഫ്രം ദി ഫ്രണ്ട് ഇറ്റ് ലുക്സ് ലൈക്ക് 1 to 4 അല്ലെങ്കിൽ കുറച്ചൊരു ടോൾ. പക്ഷെ ഇത്രയും ലോങ് ആയിട്ടുള്ള വെഹിക്കിൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ഓടിക്കാൻ. ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ 360 ഡിഗ്രി ക്യാമറ ഒക്കെ വെച്ചേക്കണേ. എന്തായാലും കാര്യം ഇതൊന്നും ഫുൾ ബ്ലൈൻഡ് സ്പോട്ട് അല്ല, ഒന്നുമില്ല. ലെഫ്റ്റ് ഇസ് ഡിലീറ്റ്, റൈറ്റ് പിന്നെയും ഒരു ഡോർ ഉള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണാം. ലെഫ്റ്റ് ഫുൾ ഇത് ചെയ്തേക്കുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കാണാനായിട്ട് ഒന്നും പറ്റുമൊന്നുമില്ല. അപ്പൊ അത് ഭയങ്കര പാടാണ്. പിന്നെ ജസ്റ്റ് ഗെറ്റിംഗ് യൂസ് ടു ഇറ്റ്. പിന്നെ എപ്പോഴും ഏതെങ്കിലും ഒരു ബ്രദറോ ആരെങ്കിലും കാറിൽ ഉണ്ടാവും ബാക്കിൽ ഒന്ന് ഗൈഡ് ചെയ്യാനായിട്ട്. Very happy. So since I love classic cars, loving it. What are your future plans? ഏതാണ് നെക്സ്റ്റ് ക്ലാസിക്? സർപ്രൈസ് ആണോ? സർപ്രൈസ് ഒന്നുമില്ല, പക്ഷേ ഐ തിങ്ക് ഐ ഡൺ ഫോർ നൗ. കാര്യം ഇത് പണിതപ്പോ തന്നെ ഒന്ന് പണിതിറങ്ങട്ടെ അല്ലേ? അതാ അതിന്റെ ഒരു എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന്റെ മെയിൻ നമുക്കൊരു എഫേർട്ട് ഭയങ്കര ടൂ മച്ചാണ്. കാര്യം പഴയ വണ്ടിയല്ലേ, ഇപ്പൊ 10-40 കൊല്ലം പഴക്കമുള്ള വണ്ടിയാണ്. അപ്പൊ അതിന്റെ പണിത് വരുമ്പോഴത്തേക്ക് ഒരു ക്ഷീണമാവും. പിന്നെ മെർസിഡീസ് ഇന്ത്യ ഇറ്റ്സെൽഫ് ഈസ് സപ്പോർട്ടിങ്. അയ്യോ വെരി മച്ച്. അതൊക്കെയാണ് ഈ ഇവന്റിന്റെ നടത്തിയതിന്റെ
ഇപ്പൊ എല്ലാവർക്കും ചോദിക്കാം ഈവന്റ് എന്താണ് ഫാൻസി ഉള്ളത് ഇതിനകത്തുള്ളത്. സോ ഇറ്റ്സ് ബേസിക്കലി ടു കണക്ട് മറ്റേ പുറത്ത് മറ്റേ മാനുഫാക്ചറർ വിത്ത് ദി കാർ കൾച്ചർ ഇൻ ഇന്ത്യ, സോ ദാറ്റ് ദേ ക്യാൻ പ്രൊഡ്യൂസ് മോർ പാർട്സ് ആൻഡ് ദേ ക്യാൻ സപ്ലൈ. സി ഇപ്പോ എല്ലാവരുടെയും നമുക്ക് ഇന്ത്യയിലെ കുറെ വണ്ടികളുണ്ട്, കുറെ അടിപൊളി സാധനങ്ങളുണ്ട്, പക്ഷെ ഇതൊന്നും പുറത്തേക്ക് എത്തണില്ല. പക്ഷെ നമ്മൾ ലോകം മൊത്തം നോക്കുമ്പോൾ അവിടെ നമുക്ക് ഇപ്പോഴും നമ്മുടെ വണ്ടി പ്രാന്തന്മാർക്ക് അറിയാം അവിടെ ഒരു വണ്ടി ഉണ്ട്, ജർമ്മനിയിൽ അങ്ങനത്തെ ഒരു സാധനമുണ്ട്, അങ്ങനത്തെ ഒരാളുടെ ഈ സാധനമുണ്ട്, ഐറ്റൻ സെനയുടെ വണ്ടി ഇയാളുടെ ഉണ്ട്, അങ്ങനെ ഉണ്ട് എന്നൊക്കെയുള്ള സംഭവം നമുക്കറിയാം. സോ ഇന്ത്യയുടെ കാറുകൾ പുറത്തേക്ക് വരുന്നില്ല, അപ്പൊ അതിലേക്ക് ഒന്ന് പുറത്ത് വരാനുള്ള ഒരു ഇവന്റ് ആണ്. മേ ബി കുറച്ച് കഴിയുമ്പോൾ അവര് പറയും അഖിലിൽ ഇങ്ങനെ വണ്ടി ഉണ്ട് ഇന്ത്യയിൽ. അഖിൽ, നമ്മളിപ്പോ ഒരു ഡീസന്റ് ഡ്രൈവ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഐ മീൻ കംഫർട്ടബിൾ ആണ്. ഇപ്പൊ അഖിൽ നേരത്തെ പറഞ്ഞ കംഫർട്ട്, ഐ മീൻ നമ്മൾ ആ കൂടി 3 ആളെ വെഹിക്കിളിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. മോർ ദ പീപ്പിൾ മോർ ദ കംഫർട്ട് എന്നാണ് എൻ്റെ അടുത്ത് അഖിൽ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വെഹിക്കിൾ ഓടിക്കാനുള്ള ഒരു കംപ്ലീറ്റ് എനിക്കൊരു ഐഡിയ കിട്ടി. ഐ മീൻ നീ പറഞ്ഞ കുറെ പോയിന്റുകൾ മനസ്സിലായി. പക്ഷെ ഇങ്ങനത്തെ ഒരു ക്ലാസിക് കാർ അല്ലെങ്കിൽ വിന്റേജ് കാർ ഓടിക്കുക, ഐ മീൻ ആ ഒരു കൾച്ചർ നമ്മുടെ നാട്ടിൽ കുറവാണോ? വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ? കൾച്ചർ ഉണ്ട്, അതിനെപ്പറ്റി ശരിക്കും പറഞ്ഞത് ഒരു 2 എക്സ്ട്രീമാണ്. ഒന്നുകിൽ ഒട്ടും ആൾക്കാർക്ക് ഇഷ്ടമല്ല പഴയ വണ്ടി എന്ന് വെച്ചാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പാട്, പാർട്സ് കിട്ടാൻ പാട്. ഇല്ലാന്നുണ്ടെങ്കിൽ there are hardcore collectors. They collect cars, they buy it scrap, they build it from scratch. അത് എഫേർട്ട് എടുത്ത് പേഷ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത്, പൈസയോ വേറെ ഒന്നുമല്ല. നമുക്ക് ആ ഒരു ക്ഷമ വേണം അത് തീർന്നു വരെ. സോ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് പേഷ്യൻസ്, ഈ പറഞ്ഞ പോലെ എഫേർട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ശരിക്കും പറഞ്ഞ പൈസ. അതായത് ആദ്യം ഒരു എഫേർട്ട് വേണം, ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടണം, അതിനുള്ള പേഷ്യൻസ് വേണം. ചിലപ്പോൾ സമയം എടുക്കും, ചിലപ്പോൾ 1 കൊല്ലം എടുക്കും, ചിലപ്പോൾ 2 കൊല്ലം എടുക്കും. കാര്യം അത് അത്രയും പഴക്കമുണ്ട്. സി ഇപ്പൊ പുതിയ വണ്ടികൾ തന്നെ അവിടെ ഇവിടെ ഇഷ്യൂസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ പഴയ 40-50 കൊല്ലം പഴക്കമുള്ള വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും വരാം, കറക്റ്റ്. പക്ഷെ അത് വൺസ് ഇറ്റ്സ് ഡൺ കഴിഞ്ഞു. ഇനിയിപ്പോ ഇതിപ്പോ ഞാൻ 3 കൊല്ലം എടുത്ത് പണിയാൻ, ഇനിയിപ്പോ എനിക്ക് ഐ എം ഗുഡ് ടു ഗോ. ഇപ്പൊ അവിടെ ഇവിടെ എന്തെങ്കിലും മെയിൻ്റെനൻസ് വരും. പക്ഷേ ഇപ്പോഴത്തെ വെഹിക്കിൾസ് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പുതിയ വെഹിക്കിൾ എടുക്കുമ്പോൾ പണ്ടത്തെ വെഹിക്കിൾ, ഇപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഐ ഹാവ് പെജീറോ. ബേസിക്കലി ഞാൻ നോക്കുമ്പോൾ ഇറ്റ്സ് വെരി ബേസിക് എഞ്ചിൻ, സെൻസറുകളൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് ആ ഒരു റിലയബിലിറ്റി ഇഷ്യൂസ് എപ്പോഴും ഉണ്ട്. കമ്പയർ വിത്ത് ന്യൂ ജെൻ വെഹിക്കിൾസ്, ഫുള്ളി equipped with lot of sensors, ഒരുപാട് നെസസറി അൺനെസസറി ആയിട്ടുള്ള സെൻസേഴ്സും ടെക്നോളജി ഉണ്ട് കുറെ വെഹിക്കിളിൽ. അപ്പൊ അങ്ങനത്തെ ഒരു ഹെഡ് ഏക്ക് ഇങ്ങനത്തെ വെഹിക്കിൾസ് ഇല്ല. ഇതിന് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഈ മെർസിഡസ് ആ ഒരു എറയിലെ മെർസിഡസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ബാക്കി വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറവാണ്. പക്ഷേ ഇപ്പോൾ ശങ്കചരൻ പറഞ്ഞ പോലെ തന്നെ പഴയ വണ്ടിയും പുതിയ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുന്നതിന്റെ മെയിൻ ഇഷ്യൂസ്, ഈ പുതിയ വണ്ടിയിൽ ഒരു സെൻസർ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഓടില്ല. അതൊന്നിൽ റിപ്പയർ ചെയ്യണം. ചിലപ്പോൾ യൂസ്ലെസ് സെൻസർ ആയിരിക്കും. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദി കാർ. മറ്റ് പാർട്ടിക്കിൾസ് എല്ലാം കൂടി ജോയിൻ ചെയ്യുമ്പോൾ ഇതില്ലെങ്കിൽ ബേസിക്കലി ഇറ്റ് മെയ്ഡ് അവർ ലൈഫ്സ് ഈസിയർ. കാര്യം ഇപ്പൊ ABS സെൻസർ പോയി, അതവിടെ ഇൻഡിക്കേറ്റ് നമുക്ക് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതവിടെ സൈൻ വരും, മറ്റേ എല്ലാ ലൈറ്റുകളെ കുറെ കത്തും. അപ്പൊ നമുക്കത് ശരിയാക്കിയില്ലെങ്കിലും ഓടും, പക്ഷെ നമുക്കത് ഇവൻച്വലി നമ്മൾ ശരിയാക്കണം. ടെക്നിക്കലി ഐ മീൻ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മാലവിളവ് ഇട്ട പോലെ ലൈറ്റ് എത്ര വണ്ടികളുണ്ടാവും, സംഭവം ഓടും, പക്ഷെ അത് എപ്പോഴെങ്കിലും നിൽക്കും. ഞാൻ ഉദ്ദേശിച്ചത് അത് ഭയങ്കര നമുക്ക് ടെൻഷൻ സംഭവമാണ്. ഈ ഒരു ഏരിയയിലെ വണ്ടികൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അതൊന്നും കണ്ടുപിടിക്കാത്തതുകൊണ്ട് there's no bullshit, there's no electronics much, ഇലക്ട്രിക്കൽ സംഭവങ്ങളില്ല, സെൻസേഴ്സ് ഇല്ല, എല്ലാം കുറവാണ്. അതെ. സോ ഇതിന്റെ 1, 2, 3 എന്ന മോഡൽ ഉണ്ടല്ലോ, C ക്ലാസ്, അതൊക്കെ ഭയങ്കര അടിപൊളി, അതൊക്കെ ജീവിതകാലം മൊത്തം ഓടിക്കോളും. ഒരുപാട് പേര് ഐ നോ ഫ്രണ്ട്സ് ഹു ഹാവ് കവർഡ് 2-3 lakhs in 1 to 4 and still doing good. ഒരു തരത്തിലുള്ള ഇഷ്യൂസോ കംപ്ലൈന്റ്സോ ഒന്നുമില്ല. അതെ, ആകെ ഒരു കാര്യം ഇപ്പൊ ഇത് പഴയ വണ്ടിയാണെങ്കിലും മെർസിഡസ് ആയതുകൊണ്ട് അതിന്റെ എക്സ്പെൻസീവ് ആണ്. പാർട്സ് ആർ എക്സ്പെൻസീവ്, നോട്ട് ആസ് എക്സ്പെൻസീവ് ആസ് ന്യൂ കാർസ്, പക്ഷേ എക്സ്പെൻസീവ് ആണ്. പക്ഷേ യു ക്യാൻ ഗെറ്റ് ഇറ്റ്, പക്ഷെ അതിനെ മാറ്റണം. അത് മാത്രമേ ഉള്ളൂ ഇത് ലോങ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മെയിൻ സംഭവം. ചിലപ്പോൾ ഒരു സാധനത്തിന്റെ സാധാ വണ്ടി 2000 രൂപ ആണെങ്കിൽ ഇതിന്റെ 10000 രൂപ ഉണ്ടാവും, പക്ഷെ അത് ആ സമയത്ത് മാറ്റി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ജസ്റ്റ് റൺ. ആ കോസ്റ്റ് മാത്രമല്ല, ഈ 10000 കൊടുത്താൽ എപ്പോൾ കിട്ടുമെന്ന്. അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ എഫേർട്ട് എടുത്ത് കണ്ടുപിടിക്കണം. കിട്ടും. ആരും പറഞ്ഞ പോലെ പഴയ വണ്ടിയിൽ സാധനം കിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര മണ്ടത്തര. കാര്യം നമ്മുടെ ഡൗൺ സൗത്ത് ആണ് പിന്നെയും ഇത്രയും കുറച്ച് വണ്ടികൾ കുറവ് കമ്പയറിംഗ് ടു ദി നോർത്തിലെ ആൾക്കാരൊക്കെ പണിയണത് കാണണം. മറ്റേ 1920s 10 സ്പോക്ക് വീല്, മറ്റേത് അങ്ങനത്തെ ഉള്ള വണ്ടികളാ. ഫോർഡിന്റെ പഴയ റോൾസ് റോയ്സ്, ബെന്റ്ലി എല്ലാം പണിയുണ്ട്. ഇതൊക്കെ പണിയുണ്ട്, റൺ ചെയ്യുന്നുണ്ട്. ചിലവര് പെബിൾ ബീച്ച് ഒരു ഭയങ്കര വലിയൊരു ഇവന്റ് ഉണ്ട് ക്ലാസിക് കാർസിന്റെ, അത് ലോകത്തിനെ ഭയങ്കര വലിയ ഇവന്റ്, അതിനൊക്കെ കൊണ്ടുപോകും. അപ്പൊ റൺ ചെയ്യും. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് യു ഹാവ് ടു ടേക്ക് എഫേർട്ട്, അത് വരാനുള്ള പേഷ്യൻസ്, പിന്നെ കറക്റ്റ് സാധനങ്ങൾ മാറ്റുക, അതിന്റെ ഒറിജിനൽ സാധനങ്ങൾ മാറ്റുക. അത് മാറ്റിക്കഴിഞ്ഞാൽ വണ്ടി റൺ ചെയ്യും. നല്ലൊരു ഗരാജിൽ എത്തിപ്പെടുകയാണെങ്കിൽ all things is better, I mean much easier അല്ലേ? അതെ.
അപ്പോ അഖിലിനുള്ള അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഈ വെഹിക്കിൾ പണിയെടുത്ത് ഐഡിയ കിട്ടി. അതെ, ഏകദേശം. അപ്പോ somebody who wants a reference, I'll seriously suggest Akhil's Garage. Yeah, so there's one thing. So I suggest people to take, if ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ സംഗതി ഒരു 123 വേണം അല്ലെങ്കിൽ 124 വേണമെന്നുണ്ടെങ്കിൽ ഐ വിൽ സജസ്റ്റ് യു ടു ഗെറ്റ് ദ ബെസ്റ്റ് കാർ ഓഫ് ദ ലോട്ട്. അല്ലാണ്ട് ഒരു സ്ക്രാപ്പ് വണ്ടി എടുക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാര്യം വാട്ട് എവർ ഇറ്റ് ഇസ്, നമ്മുടെ സ്ക്രാപ്പിൽ നിന്ന് പണിത് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ എല്ലാം കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു പേഷ്യൻസ് ലെവൽ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. പൈസ വെച്ച് നോക്കുകയാണെങ്കിലും ചിലപ്പോൾ ഒരു നല്ല വണ്ടി മേടിക്കാനായിട്ടും കൂടുതലാവും. ആ കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഒറിജിനൽ കാറിന് ഒരു ഫിനിഷ് കിട്ടില്ല. കാര്യം വി മേഡപ്പ്, കാര്യം ഒരു 40 കൊല്ലം പഴക്കമുള്ള വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. ഈ പറഞ്ഞ പോലെ ഈ ലാഭം, ഈ കമ്പാരിസൺ ഒക്കെ വന്നാൽ ഗെയിം ഇസ് ഗോൺ. നമ്മൾ ആ ഒരു സ്പിരിറ്റിൽ എടുക്കണം, ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മൾ എടുക്കണം. അല്ലാണ്ട് നമ്മൾ ആ ഒരു കമ്പാരിസൺ ചെയ്യണത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഓടുമോ. നമുക്ക് ഇതിനകത്തൊന്നും ഇങ്ങനത്തെ ഒരു വിന്റേജ് അല്ലെങ്കിൽ ക്ലാസിക് വെഹിക്കിൾസിനൊന്നും നമുക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഓടും, അല്ലെങ്കിൽ ഇത്ര എഫേർട്ട് ഇട്ട് എത്ര ഓടും. നത്തിങ്. ഓടുക എന്നുള്ളതാണ് നമ്മുടെ നല്ലോണം പണിത് കഴിഞ്ഞാൽ ഓടും. നല്ലോണം പണിത് കുറച്ചാൾ എടുക്കും. ചിലപ്പോൾ ഇന്ന് പണിത് എല്ലാം കഴിഞ്ഞ് ഇറക്കും, നാളെ വഴി നിൽക്കും. പക്ഷെ അത് ഒരു 1-2 പ്രാവശ്യം കഴിയുമ്പോഴത്തേക്കും you will get to that point where the car will be either you will fix it or you will get used to it. അത് ഫിക്സ് ആക്കാം. ഇപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു വണ്ടി, ഇത്രയും വലിയ വണ്ടി ഒന്നും ഒരു എക്സാമ്പിൾ ഇല്ല, പണിത് ഓടുന്നതിന്റെ തന്നെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. Exactly. പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, കുറേ ആൾക്കാർ, നമ്മുടെ കുറേ ക്ലാസിക് കാർസിലെ ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ ഓരോ പണിത് ഇറക്കണത് ഒരു ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു 6 മാസം ഭയങ്കര പാടായിരിക്കും. നിൽക്കാൻ ചാൻസ് ഉണ്ട്, റോട്ടിൽ നിൽക്കും, മുന്തണ്ടി വരും, ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യണം. AC ചിലപ്പോൾ വർക്ക് ചെയ്യില്ല ചിലപ്പോൾ, അതൊക്കെ. പക്ഷേ അത് ചിലപ്പോൾ ആ സമയത്ത് പോപ്പപ്പ് ചെയ്യും ആ ഇഷ്യൂ. അപ്പോൾ മനസ്സിലാവും അത് ഒന്നുകൂടി മാറ്റാനുണ്ട്. അതൊക്കെ കഴിഞ്ഞ ഒരു യു ഗെറ്റ് ടു എ പോയിന്റ് വെയർ എവറിത്തിങ് ഇസ് ഡൺ, യുവർ കാർ ഇസ് ഓക്കെ, യുവർ കാർ ഇസ് ഡൺ, ഗുഡ് ടു ഗോ ടു ടേക്ക് ഫോർ എ ലോങ് ഡ്രൈവ് ഓർ ലോങ് ട്രിപ്പ്, റോഡ് ട്രിപ്പ്, ഒന്നിനും കുഴപ്പമുണ്ടാവില്ല. കാരണം വി ഹാവ് ബീൻ ഡൂയിങ് ദാറ്റ്. ഐ എം സെയിങ് ബിക്കോസ് വി ആർ ഹിയർ വിത്ത് എക്സ്പീരിയൻസ്. അതുകൊണ്ട് അങ്ങനെ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കൾച്ചർ കൊണ്ടുവരണം. ആ ഒരു ഇറ്റ് ഷുഡന്റ് ബി എ ഓൺലി കാർ. ദാറ്റ്സ് ദി മെയിൻ പാർട്ട്. ചിലവരൊക്കെ കുറച്ച് പേരൊക്കെ ആഗ്രഹം കൊണ്ട് ചിലപ്പോൾ ഒരു ഡെയിലി റണ്ണറിനെ കാട്ടി മുമ്പ് ഒരു ക്ലാസിക് കാർ എടുക്കും. അപ്പൊ അത് ചെയ്യരുത്. കാര്യം ഇറ്റ് ഷുഡ് ബി എ 3rd കാർ, 4th കാർ. കാര്യം അതൊരു സൺഡേ ഡ്രൈവ് ഡെയിലി എടുക്കാൻ കുഴപ്പമില്ല. പക്ഷെ യു വിൽ നീഡ് എ ഫാമിലി, കുഴപ്പമൊന്നുമില്ലാത്ത വണ്ടികൾ എന്തെങ്കിലും വേണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഒരു പ്രാന്ത്, ഒരു അങ്ങനത്തെ ഒരു വണ്ടി ആയിരിക്കണം. അപ്പൊ എനിക്ക് എന്റെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത് വെച്ചാൽ, ഇങ്ങനത്തെ വെഹിക്കിൾ ഇഫ് യു സീ സം കസ്റ്റമൈസ് ചെയ്തിട്ട് പണ്ടത്തെ വെഹിക്കിൾ എഫേർട്ട് എടുത്ത് ചെയ്യുമ്പോൾ കാണുമ്പോൾ give some respect. അല്ലേ? അതെ. ഒരുപാട് ഡെഡിക്കേഷൻ ചെയ്ത് എഫേർട്ട് ഇട്ട് പേഷ്യൻസ് ആയിട്ടുള്ള വണ്ടി വരുമ്പോൾ ചില ആൾക്കാർക്ക് ഇതുണ്ട്, പഴയ വണ്ടിയില്ലേ പതുക്കെ വരട്ടതല്ലോ. യു ഷുഡ് നെവർ ഡു ദാറ്റ്. യു ഷുഡ് ഗിവ് റെസ്പെക്ട് ഫോർ ദീസ് കൈൻഡ് ഓഫ് വെഹിക്കിൾസ്. ദാറ്റ് ഇസ് വാട്ട് ഐ വിൽ റിയലി സേ. അഖിൽ, ഇപ്പൊ ഞാൻ ഈ ഇരിക്കുന്ന സീറ്റ് പറഞ്ഞാൽ റെസ്പെക്ട് ഇന്ത്യൻ പ്രസിഡന്റ് എന്നുള്ള സീറ്റിലാണ് എനിക്ക്. ഇറ്റ്സ് എ പ്രിവിലേജ്. ഓക്കെ, എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ പുറത്തുനിന്ന് നോക്കിയാലും അകത്ത് നോക്കി ഇറ്റ്സ് എ ടോട്ടൽ ഡിഫറെന്റ് വെഹിക്കിൾ. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഓക്കെ അടിപൊളി വണ്ടി, ഉള്ളിലേക്ക് കയറുമ്പോൾ ഇറ്റ്സ് അഗെയിൻ നമുക്ക് ഒരുപാട് മെമ്മറീസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ് വെഹിക്കിളിനകത്ത് കയറുമ്പോൾ നമുക്ക് വരുന്നത്. സോ ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിക്കുന്നത് അഖിലിന്റെ ഭാഗം? സോ ഇതിനകത്ത് ഇപ്പൊ ശങ്കച്ചൻ ഇരിക്കുന്ന സീറ്റ് പ്രസിഡന്റിന് വേണ്ടി മാത്രം ഉണ്ടായിരുന്നു. സോ ഈ സീറ്റ് മാത്രം ഇവിടെ ഉണ്ടായിരുന്നു, വെരി സെയിം സീറ്റ്. ഓക്കെ, ഇവിടെ ഒരു അസിസ്റ്റന്റ് ഇരിക്കാം ഈ സെയിം പൊസിഷൻ ഇവിടെ ഇത് വെരി സെയിം. ഓക്കെ, ആൻഡ് ഫ്രണ്ട് സീറ്റ് വാസ് ദേർ. ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു, പക്ഷെ ആരുമില്ല. ഡ്രൈവർ, അസിസ്റ്റന്റ് ആൻഡ് പ്രസിഡന്റ്. യെസ്, അത്ര ഉണ്ടായിരുന്നു. പിന്നെ ഇത് ബേസിക്കലി ഞങ്ങളത് മൊത്തം ഡൗൺ ചെയ്തു. ഓക്കെ, ആൻഡ് സോ വി വാണ്ടഡ് ടു we didn't want to make it a proper caravan. കാര്യം it's very hard to drive it around. So proper caravan ആക്കി കഴിഞ്ഞാൽ പിന്നെ അത് യൂസ് ചെയ്യണം. അതെ. So I kind of did like a എന്താ പറയാ ഒരു വാൻ ടൈപ്സ്, ഒരു പാർട്ടി വാൻ. അതെ, ഇതിനകത്ത് ഫ്രിഡ്ജ് ഉണ്ട്, കോഫി മെഷീൻ ഉണ്ട്, പിന്നെ അത്യാവശ്യം ആക്ടിവിറ്റീസ് ഒക്കെ യൂട്ടിലിറ്റീസിലുള്ള സ്പേസ് എല്ലാം ഉണ്ട്. കാര്യം ഇത് പിന്നെ ഇത് ശരിക്കും പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞാൽ ബാക്കിലേക്ക് കേൾക്കില്ല. മുമ്പിൽ നിന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ഇവിടെ ബെഡ് ഉണ്ട്, അതുകൊണ്ട് ഇരിക്കണം കേൾക്കില്ല. അതുകൊണ്ട് പോക്കറ്റൊക്കെ പരിപാടികളൊക്കെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പക്ഷേ ഹൈറ്റ് നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഹൈറ്റ് ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ചോദിക്കാൻ കാരണം ഐ എം 6 foot tall. എനിക്ക് ഓൾമോസ്റ്റ് നിൽക്കാം കംപ്ലീറ്റ്ലി. ഇത് കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു സ്റ്റാർ ഓഫ് ചെയ്യാൻ വേണ്ടി ഒരു വെഹിക്കിളിനകത്ത് 6 അടി ഹൈറ്റ് പറഞ്ഞാൽ സാധാരണ വെഹിക്കിളിനകത്ത് നമുക്ക് കാണുന്നില്ല. ടെമ്പോ ട്രാവൽ അഗൈൻ ഇറ്റ്സ് എ പ്രോപ്പർ വാൻ. ഞാൻ പറയാണ്, ആ ഒരു നമ്മുടെ നാട്ടിലുള്ള ഒറ്റ കാറിലോ സെഡാനിലോ കോഴ്സ് ഉണ്ടാവില്ല, SUV-യിലും MPV-യിലും നിൽക്കാൻ പറ്റുന്ന ഒരു സംഭവം. കാര്യം ഞാനിത് ആദ്യം വണ്ടി എടുത്തപ്പോ തന്നെ ആദ്യം കാത്ത് കയറിയപ്പോഴത്തേക്കും
ഞാൻ കാർ വേണ്ടി ഇങ്ങനെയല്ലേ കേറുള്ളൂ. കേറി ഞാൻ ചുമ്മാ നിന്നപ്പോഴത്തേക്കും കുഡ് സ്റ്റാൻഡ്. എനിക്ക് 5-6 അടി ഇല്ല, അതുകൊണ്ട് എനിക്ക് സുഖമായിട്ട് മുകളിലേക്ക് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ട്, അത് ഭയങ്കര ഒരു സംഭവമാണ്. ഭയങ്കര അമേസ്ഡ് ആയി കാര്യം കാണാനായിട്ട്. പിന്നെ ഇത് മൊത്തം സ്ലിപ്പ് ഡൗൺ ചെയ്തിട്ട് ഇവിടെ ഒരു ബെഡ് വെച്ചു. ആൻഡ് ഐ ഗോട്ട് പുറത്തൊരു ഇതുണ്ട്, ഒരു 270 ഡിഗ്രി ഓണിംഗ് ആണ്, ഒരു പില്ലർലെസ്. ഞാൻ കാണിച്ചു തരാം പുറത്തുണ്ട്. സോ അത് ഒരു 2-3 ചെയർ ഉണ്ടാകത്ത്, പോർട്ടബിൾ ചെയർ ഉണ്ട്. അപ്പൊ എന്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇപ്പൊ എവിടെയെങ്കിലും ട്രിപ്പ് പോവാം, ഒരു ക്യാമ്പിംഗ്. മോർ ലൈക്ക് ക്യാമ്പിംഗ്. യെസ്, ക്യാമ്പിംഗ്. അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാനായിട്ട് ഈവനിങ് ഒരു കഫേയിൽ പോയി ഫ്രിഡ്ജും. അതെ അതെ. അപ്പൊ എന്റെ ഒരു പർപ്പസ് എന്ന് വെച്ചാൽ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ട് പോവാ, ബാക്കിലേക്ക് ഇരിക്കുക, കിടക്കണവരൊക്കെ കിടക്കാം, ഓണിങ് ഇടാ, 2 ചെയർ ഇടാ, സംസാരിക്കുക, ചില്ല് ചെയ്യുക, അങ്ങനത്തെ ഒരു സംഭവം. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇങ്ങനത്തെ ഒരു കൾച്ചർ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ. കാരവൻ കൾച്ചർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് ഇസ് ഡൂയിങ് ലോട്ട് ഓഫ് സപ്പോർട്ട് ഉണ്ട്. അപ്പൊ ദീസ് തിങ്സ് ആർ ഗെറ്റിംഗ്. ഇപ്പൊ പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ US അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ കൾച്ചർ ഓൾറെഡി. പണ്ടോട്ടെ അവിടെ എസ്റ്റേറ്റ് കാർസ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഇറങ്ങിയിരിക്കുന്ന ടാറ്റ എസ്റ്റേറ്റ് ആയിരിക്കും പണ്ട് ഇറങ്ങിയത്. പിന്നെ വിലയിന് ഒരു അൾട്ടൂറ എന്നുള്ള അപ്പൊ അങ്ങനെ സ്കോഡയ്ക്ക് കോമ്പി ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കൾച്ചർ നമ്മുടെ നാട്ടില് വന്നും പോയിക്കൊണ്ടിരുന്നു. ബട്ട് ഐ തിങ്ക് ഈ കമ്മിങ് ഫ്യൂച്ചറിൽ ഐ തിങ്ക് ഇറ്റ് വിൽ ഹാവ് എ സ്റ്റേബിൾ തിങ്. കാര്യം ഇതിപ്പോ ഈ വണ്ടികൾ ഇപ്പൊ പറഞ്ഞ വണ്ടികളൊക്കെ ആ സമയത്ത് അധികം മീറ്റ് ആയില്ല. കാര്യം ആൾക്കാർക്ക് അതുകൊണ്ട് ഒരു ഡൈജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. ഇപ്പൊ എന്റെ 2 ഡോർസ് തന്നെ ഉണ്ട്. പക്ഷെ അത് ആ സമയത്ത് അത്രയും ഭയങ്കര ഹിറ്റ് ആയിരുന്നില്ല. കാര്യം അവര് നോക്കുമ്പോഴത്തേക്കും 4 ഡോറിനെക്കാട്ടും വില, 2 ഡോറുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു കൾച്ചർ. പക്ഷെ അതല്ല, അത് വേറെ ഒരു മൂഡാണ്. വാഗൻസ് ഒക്കെ ഭയങ്കര അടിപൊളി ഒരു ക്യാമ്പിംഗ് ടൂറിങ്ങിനൊക്കെ അടിപൊളി വണ്ടികളാണ്. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന്റെ ജയദേവിന് 123 വാഗൻ ഉണ്ട്. അത് എന്ത് അടിപൊളിയാണ്. ബാക്കിലേക്ക് ഒരു തമശക്ക് ഒരു 1.5 കിലോമീറ്റർ സ്ഥലമുണ്ട്. ഭയങ്കര അടിപൊളിയാണ്. അപ്പൊ അങ്ങനത്തെ വാഗൻ കൾച്ചർ ഒക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. സോ ദാറ്റ്സ് വൈ ഐ ആം സെയിങ് ഒരു ഈ കൾച്ചർ വരിക, വണ്ടികൾ എടുക്കുക, റീസ്റ്റോർ ചെയ്യുക. Good. So it all gives add life. അതാണ് എന്തെങ്കിലും ഫൺ വേണ്ടേ. ഇപ്പൊ നമ്മള് ലാസ്റ്റ് ഞാൻ അഖിലിനെ ഐ നോ ഹിം സിൻസ് അറ്റ്ലീസ്റ്റ് 20 years. ലാസ്റ്റ് വീക്ക് ക്രിസ്റ്റിയുടെ വെഡിങ്ങിനെ കണ്ടത്. ക്രിസ്റ്റീസ് വെഡിങ് വാസ് another grand event which I could not cover unfortunately. At least for 20-25 super cars and it was it was good. അപ്പൊ നമ്മൾ അന്നാണ് സംസാരിച്ചത്, അഖിലെ നമുക്കൊരു എപ്പിസോഡ് പ്ലാൻ ചെയ്യണം. And Akhil was very interested and thank you for your time. Yes, of course. And I appreciate you for the complete effort you've done. And ഈ പറഞ്ഞ പോലെ എഫേർട്ട് യു ഡൂയിങ്, അതുപോലെ മെഴ്സിഡസിന്റെ സപ്പോർട്ട്, അതൊന്നും ഐ ഡിഡ്ന്റ് ന്യൂ ദാറ്റ് തിങ്സ്. കമ്പനി ഒഫീഷ്യലി വാസ് സപ്പോർട്ടിങ്. ഇപ്പൊ കുറെ കാര്യങ്ങൾ ഇപ്പൊ എല്ലാവർക്കും അവിടെ അവൈലബിൾ ആയി തുടങ്ങി. ഓൺ ഓർഡർ 12 days 20 daysനുള്ളിൽ നമുക്ക് സാധനം കിട്ടും. പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് ഇവിടുത്തെ ഭയങ്കര എക്സോട്ടിക് കാർസ് എല്ലാം കൂടുതൽ നോർത്തിലേക്കാണ് പോണേ. കാരണം അവിടെയാണ് ഹാർഡ് കോർ കളക്ടേഴ്സ്. സോ ഐ വുഡ് സജസ്റ്റ് എനിക്ക് ശരി ഈ വണ്ടി ഇവിടെ എത്തിയതില് ശരി എനിക്കും പ്രൗഡാണ്, ഇവിടെ നമ്മളെല്ലാവർക്കും പ്രൗഡാണ്. എനിക്ക് ഈ സീറ്റ് ഇരിക്കുമ്പോൾ തന്നെ ഐ എം ഫീലിംഗ് റിയലി ശങ്കർ ശർമ്മ ഇരുന്നിട്ടുള്ള സീറ്റില് ശങ്കർ ഞാനിരിക്കുകയാണ്. എനിക്ക് ഓപ്പർച്യൂണിറ്റി അഖിലാണ്. സത്യം കാര്യം നമ്മുടെ കേരളത്തിലേക്ക് ഇത് വന്നു, എനിക്കിത് ഹോൾഡ് ചെയ്യാൻ പറ്റി, എനിക്കിത് റീസ്റ്റോർ ചെയ്യാൻ പറ്റി, ഇറക്കാൻ പറ്റി. യു ഷുഡ് സീ ഇറ്റ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വന്നു. ആക്ച്വലി ബ്ലെസ്സിംഗ് ഫോർ യു ഗൈസ്. വെരി മച്ച്. അപ്പോൾ അഖിൽ, ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു. ഇറ്റ് വാസ് ഗ്രേറ്റ് ടൈം വിത്ത് യു. ഗ്രേറ്റ് ടു മീറ്റ് യു ആഫ്റ്റർ ലോങ് ടൈം. ഞാൻ എപ്പോഴും കാണാറുണ്ട് പരിപാടി. അടിപൊളി. തീർച്ചയായും. ഐ ആം ഹിയർ ഓൾവേസ് ഫോർ യു. യെസ്. ബൈ.